നമസ്കാരം. ഫോർ ദ പീപ്പിളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ടപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ മുഖം നോക്കാതെ പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള നേതാവ്, അധികാരത്തിലും പൊതുപ്രവർത്തന രംഗത്തും കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികെ വന്ന് നിൽക്കുമ്പോൾ മത്സര രംഗത്തുണ്ടാകുമോ എന്ന ആകാംക്ഷ സമ്മാനിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് സഖാവ് ജി സുധാകരനാണ് ഇന്ന് എന്നോടൊപ്പം ഫോർ ദ പീപ്പിളുള്ളത്. സഖാവെ, സ്വാഗതം. നമസ്കാരം. ഒരു അപകടം നടന്നു, ശുചിമുറിയിൽ കയറിയ സമയത്ത് വീണ്. അപ്പോൾ ആ പരിക്ക് കഴിഞ്ഞിട്ട് വിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലിന് കുറവുണ്ടോ? വളരെ മെച്ചപ്പെട്ടു. കാല് നിലത്ത് കുത്തി, വലത്തെ കാല് നടക്കാൻ ഡോക്ടർ പറഞ്ഞില്ല. അപ്പോൾ ഏതാണ്ട് സ്റ്റഡിയായി വരുന്നു അല്ലേ? സ്റ്റഡിയായി വരുമായിരുന്നു, അത് സംശയമില്ല. അപ്പോൾ നമുക്ക് അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാചകമാണ്. അതായത് എല്ലാ ലോകമെമ്പാടും നിരാശപ്പെടുമ്പോൾ പ്രതീക്ഷിക്കുന്നതും എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുന്നയാളാണ് പ്രവാചകൻ എന്ന് ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ CPM-ൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സഖാവ് ജി സുധാകരന് പ്രതീക്ഷയാണോ നിരാശയാണോ? പാർട്ടിക്ക് നിരാശ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ തിരിച്ചടി ഉണ്ടായത് എന്ന് നല്ലപോലെ പരിശോധിച്ച് അത് തിരുത്താനുള്ള സംവിധാനങ്ങൾ എപ്പോഴൊക്കെ എടുക്കുന്നു അപ്പോഴൊക്കെ തിരിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് വീണ്ടും. അങ്ങനെയാണ് പാർട്ടിയുടെ ചരിത്രം. നിരാശയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ താങ്കൾക്ക് നേരിയ നിരാശയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ നെഹ്റു സെൻറ്ററിൻ്റെ അവാർഡ് വാങ്ങിയ സമയത്ത് താങ്കൾ പറഞ്ഞു, പഴയ കാലത്തേതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ ആ ഒരു പിന്തുണ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല, ഈ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ വർഗീയ ശക്തികളിലേക്ക് അല്ലെങ്കിൽ വർഗീയ സ്വഭാവമുള്ള പാർട്ടികളിലേക്ക് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന്. അപ്പോൾ ഇത് ഒരു നിരാശയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മോഹഭംഗത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന നിരീക്ഷണങ്ങളല്ലേ? അല്ലല്ല, അതൊരു മോഹഭംഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിരാശയല്ല. പാർട്ടി എപ്പോഴും പരിശോധിക്കണം. പാർട്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, പാർട്ടിക്ക് ഇവിടെ മോശം ഉണ്ടാകുന്നു, നിന്നുകൊണ്ടാണ് തിരുത്തണം. അതിനുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമല്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോഴും അത്തരം കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. ആ പ്രസംഗത്തിൻ്റെ കോൺടെക്സ്റ്റിൽ പറയുന്നതല്ലേ. ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ബി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പുസ്തകം വന്നിരിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നാണ്. ആ അഭിപ്രായം ശ്രീ ജി സുധാകരനുണ്ടോ? കണക്കിലെന്തോ പ്രശ്നം ഉണ്ടായതായി പാർട്ടി സമ്മതിച്ചിട്ടുണ്ട്. അത് കുഞ്ഞികൃഷ്ണൻ പറയുന്ന പോലെ അല്ല, മസൂദൻ അല്ല അത് ചെയ്തിട്ട് പോലും. അപ്പോൾ അദ്ദേഹം പറയുന്നതല്ല, മസൂദൻ്റെ പേരിലല്ല. അത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലിട്ടോ അത് കൈകാര്യം ചെയ്തപ്പോൾ പറ്റിയ ഒരു വശമാണ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി പറയുന്നതിന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന ആ ഒരു വാചകമുണ്ടല്ലോ, അതിനോട് ശ്രീ ജി സുധാകരൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ ചില സന്ദർഭങ്ങൾ പാർട്ടിയിൽ വരുന്നുണ്ട്. ഒരു വാചകത്തിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല ആശയം. അപ്പോൾ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറയുന്ന ഒരു വാചകത്തിൽ ഓരോ അണിയും ഇറങ്ങി അങ്ങ് തിരുത്തുക എന്നുള്ളതല്ല. പാർട്ടി സംവിധാനത്തിൽ അതാണ് തിരുത്തൽ. അതിനാണ് പാർട്ടി സമ്മേളനം ചെയ്യുന്നത്. അവിടെ തിരുത്തൽ തന്നെ നടക്കുന്നത്. അപ്പോൾ സഖാവ് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ്റെ ഒരു ശൈലി ശരിയായില്ല എന്ന് കൂടിയാണ്. കുഞ്ഞികൃഷ്ണൻ്റെ ശൈലിയെ പറ്റിയല്ല. കുഞ്ഞികൃഷ്ണൻ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നൊരു വാചകം മാത്രം പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന വിശാലാർത്ഥത്തിലല്ല. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കാഴ്ചപ്പാടും നിലപാടും അനുസരിച്ചൊരു അഭിപ്രായമാണ് പറയുന്നത്. ഞാനിപ്പോൾ കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കാനും ഞാനൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്താണ്? ഞാൻ പാർട്ടിയിൽ ചില കൊള്ളരുതായ്മകൾ സംബന്ധിച്ച എൻ്റെ സംശയങ്ങൾ ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചു. ഞാൻ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MLA മത്സരരംഗത്ത് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വ്യാജ രസീത് അടിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് നേതൃത്വത്തെ അറിയിക്കാൻ ശ്രമിച്ചു, സമിതികളിൽ ഉന്നയിച്ചു. ഇത് നേരിട്ട് അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. അതിനുശേഷം പിന്നീട് പാർട്ടി തലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കി. കാത്തിരുന്നു 3-4 വർഷം ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന്. ഒന്നും ഉണ്ടായില്ല. ആ നിരാശയുടെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതും ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞികൃഷ്ണന്മാരുടെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന രീതിയിലുള്ളൊരു തിരുത്തൽ സംവിധാനം ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ CPM-ൽ? പരിചയസമ്പന്നരും പാർട്ടിയോട് കൂറുള്ളവരുമായ സഖാക്കൾ ഒരവസരത്തിൽ പാർട്ടിക്കെതിരെ തിരിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. അവരെല്ലാവരും നമുക്ക് ആവശ്യമാണ്. പക്ഷേ തിരിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോകും, അല്ലാതെ വേറെ വഴിയില്ല. കുഞ്ഞികൃഷ്ണന്മാർ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതിന് തെളിവൊന്നും വന്നിട്ടില്ല.
അല്ല, തിരുവനന്തപുരത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി, എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അയാൾ കോൺഗ്രസിലോട്ട് പോയി. കോൺഗ്രസിലേക്ക്. അതെ. അപ്പം അല്ല, രക്തസാക്ഷി, പോയവരൊക്കെ പാർട്ടിയെ കുറ്റം പറയണം. ഐഷ പൂറ്റിയുടെ കാര്യം സഖാവ് ശ്രദ്ധിച്ചില്ലേ? അതെ, ഐഷാബിന് കോൺഗ്രസ് പോയി. അതെ. ഈ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് ഇതുപോലെയുള്ള പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഒരു തരത്തിലുള്ള ആരോപണത്തിനോ ആക്ഷേപത്തിനോ ഇടയാക്കാതെ അത് ഉദ്ദേശിച്ച കാര്യത്തിൽ ചെലവഴിക്കുകയും ഇവരെ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരസ്യമായിട്ട് അവതരിപ്പിക്കാറുണ്ട്, ചിലത് അവതരിപ്പിക്കാറില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഉദാഹരണം, നായനാർ ഫണ്ട് പിരിച്ചു, 14 ജില്ലയിലെ കണക്കൊന്ന് പ്രസിദ്ധീകരിച്ചു. എന്താ വെച്ചാൽ പ്രസിദ്ധീകരിക്കണം വേണ്ട എന്നാണ് തർക്കമല്ല, ആവശ്യമുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കാനെന്താ. അല്ല, ഞാനിപ്പോൾ സഖാവിനോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളോടാണ് സംസാരിക്കുന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ജി സുധാകരൻ ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ CPIM തിരുത്തപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. പരസ്യമായി ചില വിമർശനങ്ങൾ ഉന്നയിച്ചാൽ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇപ്പോൾ VS അച്യുതാനന്ദൻ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, താങ്കൾ ഏതെല്ലാം വേദികളിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞു CPM-ൽ നിന്ന് BJP-യിലേക്ക് തള്ളിവിടുന്ന ക്രിമിനൽ സംഘങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, അത് ഹോൾ പാർട്ടിയെ പറ്റി അല്ലല്ലോ, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റിയാണ്. കാരണം എന്നോട് കഴിഞ്ഞ 5 വർഷമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചിലരുടെ ഇയാൾ BJP പോടോ, ഇയാൾ കോൺഗ്രസ് പോടോ എന്ന് തുടർച്ചയായിട്ട് അതിനോട് മറുപടി പോലും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് BJP-യിലും കോൺഗ്രസിലും പോകും, എനിക്ക് വേണമെങ്കിൽ ചാടി പുറപ്പെടാൻ അവിടെ പൊസിഷനൊക്കെ കിട്ടത്തില്ലേ. അതല്ല, ഇങ്ങനെ പറയുന്നവർ പാർട്ടിയിലുള്ള സീനിയർ സഹാക്കളെ പോലും മറ്റു പാർട്ടികളിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുണ്ട്. ഇത് പാർട്ടി മെമ്പറാണ് കിട്ടാൻ തന്നില്ല, പക്ഷേ അമ്പലപ്പുഴയിലെ ഒരു പൊളിറ്റിക്കൽ ഗ്യാങ്ങാണ് ഇത് ഇട്ടിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നമ്മുടെ ഗണേഷ് കുമാർ, ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പീഠപ്പള്ളി വകുപ്പിൽ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് അസംബ്ലിയിലും വെളിയിലും അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ പത്തനംതിട്ട MLA അദ്ദേഹം, മന്ത്രിയെ അദ്ദേഹം നമ്മുടെ വൈറ്റില പാലം തല്ലിപ്പൊളിച്ച് കളയണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അടി മുഴുവൻ പട്ടി കിടക്കുകയാണ്, 8 വർഷമായി പണിഞ്ഞിട്ട് പാലത്തിൻ്റെ അടി പട്ടി കിടക്കുന്നു, അവിടെ ഒരുപാട് അഴുക്കുണ്ട്, ഇതെല്ലാം പാലം നിർമ്മിച്ചതുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. മാത്രമല്ല ഒരുപാട് പേര് ഡിസൈൻ കൊണ്ട് കാണിച്ചിട്ട് പോലും ഒന്നും എടുത്തില്ല, ശ്രീധരൻ കാണിച്ചിട്ടും എടുത്തില്ല. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ പറയുന്നതുകൊണ്ട് പിന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റല്ല. പിന്നെ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറയാൻ പോയില്ല. ഗണേഷ് പറഞ്ഞത് എന്താണ്? ഇതിനും ഗണേഷിനെ തല്ലിപ്പൊളിച്ച് കളയണം, ഈ പാലം തല്ലിപ്പൊളിച്ച് കളയണം. അത് സ്ട്രോങ് ആയൊരു പാലമാണെന്ന് ഗവൺമെൻറ്റിൽ ആരും പറഞ്ഞില്ല, പീഠപ്പള്ളി മന്ത്രി പറഞ്ഞില്ലല്ലോ, മുൻ ഗവൺമെൻറ് പണിഞ്ഞല്ലേ. അതെ, പിണറായി ഉദ്ഘാടനം ചെയ്തത്, അതിൽ പോസ്റ്റൊക്കെ അതിൽ അപ്പോഴും കാണാം. ഈ കാര്യങ്ങളൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ആരും വന്നില്ല. അല്ല, വേറെ ആരുമല്ല, പൊതുമരാമത്ത് വകുപ്പാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, സഖാവിന് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിലായാലും ആ സമയത്താണെങ്കിലും ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്തും ആ കാലത്ത്, അതായത് താങ്കൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് താങ്കൾക്ക് പിന്നെ കൃത്യമായി തന്നെ പറയാം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പിഴവ്. അപ്പോൾ താങ്കൾ അത് പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സമയം വന്ന സമയത്ത് താങ്കൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാൻ ദേവസ്വം ഭരിച്ചിരുന്നതാണ്, ആ സമയത്ത് ആരും അവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്, രാഷ്ട്രീയമായ പരിരക്ഷ അതിലാണ് അയ്യപ്പനുള്ളത്, അതുകൊണ്ട് ആർക്കും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അയ്യപ്പനെ വരെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞത്, സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും ഇപ്പോൾ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, നമ്പർ 1 ആണ് എന്നാണ്. ഇപ്പോൾ CPM-മായി അടുത്ത് നിൽക്കുന്ന, CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്നത്. പാർട്ടി അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. അതെന്താണ് അങ്ങനെ പരിരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? എനിക്ക് പരിരക്ഷയ്ക്കാണെന്നൊന്നും എനിക്കറിയില്ല. ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അവർ കുറ്റവാളികളാണെന്ന് അർത്ഥമില്ല. ഇപ്പോൾ കുറ്റവാളികളാണോ എന്നുള്ളത് അവരെ ശിക്ഷിച്ചാലേ പറയാൻ പറ്റൂ, അപ്പോൾ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സഖാവ്, ഞാൻ ചോദിക്കുന്നത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ CPM സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ, ഇടത് സർക്കാരിനെ? CPM അല്ല, ക്ഷമിക്കണം, ഇടത് സർക്കാർ. ഞാൻ പറയുന്നത് സർക്കാരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. സർക്കാർ വേറെ, സർക്കാരിൽ അധികാരത്തിൽ ഇരിക്കുന്നവരോ അത് വേറെ. ഒരു പാർട്ടി, കേരളത്തിലെ കോൺഗ്രസോ CPM ഒരു പാർട്ടിയും ശബരിമല കൊള്ള നടത്താൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയല്ല. അവരുടെ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു, താങ്കൾ ഒരു വകുപ്പ് ഭരിക്കുമ്പോൾ ആ വകുപ്പിനകത്തുള്ള പ്രശ്നങ്ങളുടെ എല്ലാം, അല്ലെ പ്രശ്നങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും അതിന് ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുന്നു, താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ റെസ്പോൺസിബിലിറ്റിയിലല്ലേ ഈ കാര്യങ്ങൾ? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല? അല്ല, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടല്ലേ അവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്.
കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഒരിക്കൽ കൂടെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കണ്ടു. കാരണം അദ്ദേഹത്തെ കുറച്ച് പടങ്ങളൊക്കെ വന്നതാണ് കാരണം, ചിത്രങ്ങൾ 3 വന്നു, അതാണ് കാരണം. അദ്ദേഹം ഹാജരായി പറഞ്ഞു, അത് അവർ തീരുമാനിക്കട്ടെ, അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. അതെ, ആ നടപടി പിന്നെ ആരോപണങ്ങളൊന്നും വരില്ല. മനസ്സിലായി. പക്ഷേ ആ സർക്കാർ അത് കണ്ടെത്തിയില്ല. ഇതിപ്പോൾ ഹൈക്കോടതി മറ്റൊരു സംഭവത്തിൽ കണ്ടെത്തുകയും പിന്നെ അന്വേഷിക്കുകയുമാണ് ചെയ്തത്. പെട്ടെന്ന് കയറി SIT വെച്ചതല്ലേ. അതെ, വെച്ചില്ലായിരുന്നെങ്കിൽ സർക്കാർ എന്ത് ചെയ്യുമായിരുന്നുള്ളത് ഊഹിച്ച് പറയാനൊക്കത്തില്ല. എന്തെങ്കിലും അന്വേഷിക്കാതിരിക്കില്ലല്ലോ. അല്ല, സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോയതും ശബരിമലയിൽ നിന്ന് താഴെ കൊണ്ടുപോയതും സ്വർണം പൂശിയതുമായ ഒരു കാര്യവും സർക്കാർ ഈ സംവിധാനം അറിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് നടന്നാലും അറിയാവുന്ന ആർക്കാ? അവിടുത്തെ തന്ത്രിക്കും അവിടുത്തെ ശാന്തിക്കുമാണ്. മേൽശാന്തിക്ക് അറിയാം, അതൊന്നും നടക്കത്തില്ല അവരറിയാതെ. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയാം, ഒരൊറ്റയാൾ അറിയാതെ നടക്കത്തില്ല. മന്ത്രി അറിയണമെന്നില്ല. എന്നാൽ മന്ത്രിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ദേവസ്വം കമ്മീഷനുണ്ട്. അതിനാണ് ദേവസ്വം കമ്മീഷൻ വെച്ചേക്കുന്നത്. ദേവസ്വം വകുപ്പിന് സെക്രട്ടറി ഉണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, IAS ഓഫീസറായിരിക്കും. ദേവസ്വം കമ്മീഷനുണ്ട്. ഈ കമ്മീഷനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ് വാസുവിനെ. ഈ കമ്മീഷനാണ് അറിയിക്കേണ്ട ഓരോ സമയത്ത്. അയാൾക്കിതറിയാം. അയാൾ ശബരിമലത്തിൽ ക്യാമ്പ് ചെയ്യേണ്ട ആളാണ്. ഇതിപ്പോൾ നമ്മുടെ ചർച്ചകളിലെല്ലാം കൺഫ്യൂഷനാണ്. ഒരു കാര്യമില്ല. കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒന്ന്, തന്ത്രി ഉൾപ്പെടുന്ന ഒരു സംഘത്തിന്റെ ഇടപെടലില്ലാതെ ഇത് നടക്കില്ല. അറിവില്ലാതെ നടക്കത്തില്ല. ഇടപെട്ടോ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അറിവില്ലാതെ എങ്ങനെ നടക്കുക? എല്ലാ ദിവസവും ശബരിമല ഇരിക്കുന്നതാണ്. ആ ക്ഷേത്രത്തിനകത്തല്ലേ താമസം. ഞാൻ പോയിട്ടുണ്ട്. അവരെന്നെ തന്ത്രിമാരെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ പുറകെ കൂടെ പോയി മുറി, വലിയ സൗകര്യമുള്ള മുറികളൊക്കെ ഉണ്ട് അവിടെ. അവിടെ വെച്ച് എനിക്ക് പായസവും ചായയൊക്കെ തന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും മന്ത്രിമാരെയും വിളിച്ചു കൊണ്ടുപോകും. മനസ്സിലായി. അപ്പോൾ അറിയാതെ എങ്ങനെ നടക്കും? അവിടുത്തെ പിയൂണിനറിയാമല്ലോ. കാരണം ഈ വാതിലിന് വന്ന് എല്ലാ ദിവസവും നോക്കത്തില്ലേ. ഇത് രാത്രിയിലെല്ലാം അടച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നോക്കും. അത് കാവൽക്കാരുണ്ട് അവിടെ. ഇത് അറിയാതെ എങ്ങനെ നടക്കും? എന്തിനാണ് നമ്മൾ ഈ സംശയവും ഈ അറിയാതെ നടക്കത്തില്ല. അപ്പോൾ തന്ത്രിക്കറിയാം, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അറിയാമായിരിക്കണം, ഉദ്യോഗസ്ഥർ അറിയാമായിരിക്കണം, ദേവസ്വം കമ്മീഷണർക്ക് അറിയാമായിരിക്കണം. പക്ഷെ അപ്പോൾ മന്ത്രി മാത്രം അറിഞ്ഞില്ല എന്നാണ് മന്ത്രി മാത്രം അറിയണമെങ്കിൽ മന്ത്രിയോട് പറയണം. അതിന് കമ്മീഷൻ പറയണം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അല്ല, എങ്ങനെ അറിയും? ഞാനാരും ഡിഫെൻഡ് ചെയ്യല്ല. മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണോ എന്നൊക്കെയാണ് അന്വേഷിച്ചിട്ടുണ്ടോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് നിലവിൽ ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി മാറാവുന്ന ഒരു ഘടകമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഏതൊരു പ്രശ്നവും കൈകാര്യം ചെയ്ത് പറ്റിക്കും. സർക്കാർ നേരിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. സ്വർണം മോഷ്ടിച്ച കാര്യം സർക്കാർ അറിയണമെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ലെ ദേവസ്വം സെക്രട്ടറി അത് അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും ഉണ്ടായിട്ടില്ലെന്നല്ലേ പറയുന്നതെന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. കടകംപള്ളി സുരേന്ദ്രനോട് അവർ പറഞ്ഞതെന്ന് എനിക്കങ്ങനെ അറിയാം. പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഒരു സഖാവല്ലേ, കണ്ടുപിടിക്കേണ്ട ഇവരുടെ ജോലിയാണ്. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അത് ശിവൻകുട്ടി അയാളുടെ ഭാഷ വേറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അസംബ്ലി വേറെ പല പാട്ട് ശിവൻകുട്ടി പാടിയല്ലോ. ഈ പാട്ടിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പാട്ട് പാടി അവസാനിപ്പിക്കേണ്ടതല്ല. അതീവ ഗുരുതരമായിട്ടുള്ള വലിയൊരു കൊള്ളയാണ്. ഞാൻ മിനിസ്റ്ററായിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി. ഉത്സവമില്ലാത്ത സമയത്ത് ഒരിക്കൽ ഞാൻ പോയി. ഉത്സവമുള്ള സമയത്ത് പോകുമ്പോഴാണ് ചാക്കിനകത്ത് ഈ കിട്ടുന്ന പണവും സ്വർണവും എല്ലാം അതിനകത്ത് നിറച്ച് കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെയൊക്കെ അകത്തോട്ട് കൊണ്ട് ഇവിടെ നിന്ന് ആർക്കും അറിയില്ല. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതാണ് അത് മാറ്റി. അത് അവിടെ പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ എണ്ണി മാറ്റണം പറഞ്ഞു. പണം വേറെ, ആഭരണം വേറെ, സ്വർണം വേറെ, ഇതെല്ലാം പ്രത്യേകം അക്കൗണ്ട് ചെയ്തോണം. അങ്ങനെ അത് അവസാനിപ്പിച്ചു. ഈ അടുത്ത കാലത്തായിട്ട് താങ്കൾ നടത്തുന്ന പല പരാമർശങ്ങളിലും ഒരു സർക്കാർ വിമർശനം, സർക്കാരിനെ വിമർശിക്കുന്ന സ്വഭാവത്തിൽ, അല്ലെങ്കിൽ പാർട്ടിയിലെ ചില പ്രവണതകളെ വിമർശിക്കുന്ന ചില ആ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി BJP-യിലേക്ക് തള്ളിവിടുന്ന ഒരു ക്രിമിനൽ സംഘം. അതെ, അല്ല, പിന്നെ അതേപോലെ തന്നെ ഇത് ഏതാണ്ട് പാർട്ടിയിൽ പഴയതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പഴയതുപോലെ ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് സംശയം പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ കേരളം നമ്പർ 1 ആണ് എന്ന് താങ്കൾ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് പഴയ പോലെ പിന്തുണ ഉണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അതല്ല പറഞ്ഞത്. ഞാൻ ആ ഒരു വാചകം വായിക്കട്ടെ. ആദ്യകാലത്തെ പോലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനപിന്തുണയുണ്ടോ എന്ന് വിലയിരുത്തണം. അത് നെഹ്റു സെന്റർ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ്. അല്ല, അതിനെന്താ തെറ്റ്? ബംഗാളിൽ പോയില്ലേ, ത്രിപുര പോയില്ല, ഭൂരിപക്ഷപ്രകാരം 30-35 വർഷം ഭരിച്ചുകൊണ്ടിരുന്നതല്ലേ. തമിഴ്നാട്ടിൽ പാർട്ടിക്ക് എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ അധികാരത്തിൽ വരുമെന്നല്ലേ ഒരു കാലത്ത് വിശ്വസിച്ചത്. സുന്ദരഗഡ് പക്ഷെ പ്രതിപക്ഷമായി.
പഞ്ചാബിൽ എം പിമാരും എം എൽ എമാരും ഉണ്ടായിരുന്നില്ലേ? ഉത്തർപ്രദേശിൽ എം പിമാരും ബീഹാറിൽ ഡൽഹിയിലുണ്ടായിരുന്ന എം പിമാർ അതെല്ലാം പോയില്ലേ? കേരളം മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ തന്നെ പാർലമെൻറ്റ് കിട്ടിയ ഒന്നല്ലേ? മുമ്പ് ഇതുപോലെ ഒന്നായിട്ടുണ്ട്. 2014 കിട്ടിയ വോട്ടിനേക്കാൾ ഈ ജില്ലയിൽ തന്നെ 50,000 വോട്ട് കുറഞ്ഞു. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത് സംഭവിക്കുന്നത്? വോട്ട് ചെയ്യാത്തോട് ജനങ്ങൾക്ക്. അതല്ല, അതിന് കാരണം എന്താണ്? ജനങ്ങൾ വോട്ട് കാരണം പല കാര്യം കാണും. സ്ഥാനാർത്ഥികളോടുള്ള പ്രശ്നം കാണും, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഡെയിലി ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. ഇതൊന്നും പാർട്ടിക്ക് എതിരായല്ല, പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിശോധന രീതി. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരോട് ഞാനെന്ത് പറയാൻ? അപ്പോൾ പ്രഗത്ഭരായ ആളുകളെ പ്രായപരിധിയുടെ പേരിൽ മാറ്റിവെക്കുന്ന ആ തീരുമാനത്തോട് കൈവൊക്കെ ഞാനും ചോദിച്ചതാണ് സ്റ്റേറ്റ് കമ്മിറ്റി. പക്ഷേ ഒരു കാര്യം, ലോകത്ത് വേറൊരു പാർട്ടിയിലും ഇല്ലത്. പ്രായപരിധി ഇല്ലാതെ തന്നെ ആളിനെ മാറ്റിക്കൊണ്ടിരുന്നില്ലേ? എത്രയോ പേര് നടപടിയെടുത്ത് കളഞ്ഞു. പ്രായപരിധിയാണ്. ഞങ്ങൾ അംഗീകരിച്ചു. കാരണം അങ്ങനെ ഒരു തീരുമാനം സ്റ്റേറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എല്ലാവരും. അത് എത്രമാത്രം ഭാവി ഗുണം ചെയ്യുമെന്നൊന്നും ചർച്ച ചെയ്തില്ല. അത് നടക്കട്ടെ. ഇപ്പം അത് മാറ്റാൻ പോകാമെന്ന് പറയുന്നു. ഗുണം ചെയ്തോ? അല്ല, കഴിഞ്ഞ 50,000 വോട്ട് ഇവിടെ പോയി. ഈ ജില്ലയിൽ മാത്രം 50,000 വോട്ട് കുറഞ്ഞു. ജയിച്ചു. 9-8 സീറ്റും കിട്ടി. 14 കിട്ടിയപ്പോൾ. പക്ഷേ 14-നേക്കാൾ 50,000 വോട്ട് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞു. ഇവിടെ 22 ഇടുക്കിയുടെ 23,000 14,000 ചെല്ലാനായപ്പോൾ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ. അപ്പുറത്ത് 35,000 12,000 ഇവിടെ തന്നെക്കാൾ കൂടുതൽ പറഞ്ഞത് അപ്പുറത്താണ്. അവർക്കൊന്നും നോട്ടീസ് പരിശോധനയില്ല, ഒന്നുമില്ല. പോയി ഉടനെ പരിശോധന. കരീമിൻ്റെ ഒരു കമ്മീഷൻ കരീമായൊക്കെ സൗകര്യം പോലെ റിപ്പോർട്ട് കൊടുത്തു. അതവിടെ ചർച്ച ചെയ്തപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അതിൽ താങ്കൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് ആ കരീമിൻ്റെ റിപ്പോർട്ടല്ലേ? അതെ, കരീമിൻ്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു. അതെ, കരീമിൻ്റെ റിപ്പോർട്ടാണ് പറഞ്ഞത്. എന്തേ കരീം അപ്പുറത്തൊന്ന് ആലപ്പുഴ അന്വേഷിക്കാതിരുന്നത്? അവിടെ 12,000 അല്ലേ? 35,000 12,000 കുറഞ്ഞല്ലേ? ഇവിടെ 23,000 14,000 കുറഞ്ഞുള്ളൂ. ആപേക്ഷികമായി കുറവ് ഇവിടെ അല്ലേ? എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഐസക്കാണ് മത്സരിച്ചത്, ജിത്തരങ്ങനല്ല. ഐസക്ക് മത്സരിച്ചപ്പോൾ കിട്ടി അവിടെ. ഇവിടെ ഞാനാണ് മത്സരിച്ചത്. കാരണം കഴിഞ്ഞ 3 തവണയായിട്ട് ഞാൻ ജയിച്ചു വരികയാണ്. ഞാനിവിടെ പ്രവർത്തിക്കുകയാണ് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ഇപ്പോഴത്തെ MLA പോലും സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഞാൻ അയാളെ കൈപിടിച്ച് കൊണ്ടു നടന്ന ആളാണ്. അറിയാം. അതൊന്നും മനസ്സിലാക്കാതാണ് ഈ അന്വേഷണം. പക്ഷെ പാർട്ടി അന്വേഷണമല്ലേ? നമ്മൾ സഹകരിച്ചു. ഞാൻ എഴുതി കൊടുത്തു 26 പേര്. ഒരു വരി അയാൾ കോട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് കോട്ട് ചെയ്യണ്ടേ? അതെ, കോടതിയിലായാലും അങ്ങനല്ലേ? ഒരു വരി കഴിയും കോട്ട് ചെയ്തില്ല അല്ലേ? അയാൾ അവിടെ 1.5 ലക്ഷത്തിൽ നോട്ടില്ല പാർലമെൻറ്റിൽ. ആര് കുറച്ചതാ വോട്ട്? എന്താ അന്വേഷിക്കാത്തത്? 40,000 വോട്ടിന് ആയിഷ പോയിട്ട് ജയിച്ചത്. അതെ, 8,000 9,000 ഉള്ളൂ ബാലഗോപാലൻ. എന്താ അന്വേഷിക്കാത്തത്? അല്ല, അപ്പോൾ അത് ബോധപൂർവ്വം ഇതിനകത്തൊരു ഞാൻ ബോധപൂർവ്വമുള്ള വാക്കുകളൊന്നും അല്ല പറയുന്നത്. ഞാൻ വസ്തുതയാണ് പറയുന്നത്. അല്ല, ഇതും വസ്തുതയല്ലേ? അതെ, അത് ഞാനല്ലോ പറയേണ്ടത് അതിനെപ്പറ്റി. ഞാനെന്തിനാണ് പറയുന്നത്? എന്നിട്ട് ഒന്നുമില്ല, ശ്രദ്ധിക്കണമായിരുന്നു, ഒരു താക്കീത്, ഇത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പം തന്നെ എന്നെ പിണറായി മേലോട്ട് വിളിക്കുക. കമ്മിറ്റി കഴിഞ്ഞ എല്ലാവരും പിരിക്കും. 8 അജണ്ട ചർച്ച ചെയ്യാനാണ് കമ്മിറ്റി കൂടി. എനിക്കറിയില്ലായിരുന്നു. ഞാനന്ന് എന്നിട്ട് എന്ത് ചെയ്തതിന്? 8 അജണ്ട രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് 4 മണിക്ക് തീർത്ത്. അപ്പോൾ പിണറായി എന്നോട് മേലോട്ട് വിളിച്ചിട്ട് പറയുന്ന കാര്യമില്ല. സുധാകരനവിടെ PKC ചന്ദ്രനാനന്ദൻ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു പോയായിരുന്നു. ആ മുറി സുധാകരനുള്ളതാണ് അവിടെ ഇരുന്നുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, അപ്പുറത്ത് കോടിയേരി വിളിച്ചു സ്റ്റേറ്റ് സെക്രട്ടറി. ഇത് തന്നെ പറഞ്ഞു എന്നോട് അവിടെ പോയിരിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. അത് അല്ല, എന്തുകൊണ്ടാണ് സർക്കാർ പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും താങ്കളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം? അകറ്റി നിർത്തുന്നത് ഇവിടുത്തെ ജില്ലാ നിർത്തും. എല്ലാവരും അവർക്ക് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട്, അവർക്ക് പ്രാഗൽഭ്യമുണ്ട്, അവർക്കെല്ലാം അറിവുണ്ട്. അവർ നടത്തും. എനിക്ക് തർക്കമില്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ. അത് വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. മൂക്കാതെ പഴുത്ത ആളുകൾ ഉള്ള സമയത്ത് അത് ഞാൻ പറഞ്ഞത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാടുന്നതിനെ പറ്റിയാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാർട്ടിക്ക് വേണ്ടി പറയുമ്പോൾ പാടുന്നു. പാർട്ടിയുടെ നയത്തിനും പരിപാടിക്കും വിപരീതമായി സംസാരിക്കുന്നു. ഞാനത് അങ്ങനെ കുറേ പേരുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ് മൂക്കാതെ പഴുത്തതാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട സഖാവിന് തെറ്റിദ്ധാരണ അദ്ദേഹത്തെ പറ്റിയാണ്. ഒരിക്കലുമല്ല. ഒരു ആളോട് പരാതി സജി ചെറിയാനെ പറ്റിയാണെന്ന് പൊതുവിൽ ഒരു വ്യാഖ്യാനമുണ്ട്. അത് തെറ്റല്ലേ? സജി ചെറിയാനെ പറ്റി അല്ലല്ലോ. എന്തിനാ അങ്ങനെ തെറ്റ്? അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. പൊളിറ്റിക്കൽ ക്രിമിനലിസ്റ്റ് വിജ്ഞാനെ പറ്റിയാണെന്ന് പരത്തുക. ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഖാവേ. ഇപ്പോൾ താങ്കൾ പറയുന്നത് ഈ അർഹതയില്ലാത്ത ആളുകൾ പലപ്പോഴും ചില പദവികളിൽ എത്തുന്നു.
അതൊരു വിമർശനമായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അർഹതയുള്ള താങ്കൾക്ക് വേണ്ട പദവികൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ന് ശരിയല്ല. പറഞ്ഞാൽ ആ വയസ്സിൻ്റെ കൊണ്ടൊന്നും മാറിയില്ലേ, ഇതെന്താ കിട്ടാൻ? ഇനി പാർലമെൻറ്റ് രംഗത്തിന് തടസ്സമില്ല, പാർട്ടിക്കകത്ത് സംഘടനാ രംഗത്ത് 75. അല്ല, കീഴ്ഘടകത്തിൽ നിൽക്കേണ്ട ആളാണോ ജി സുധാകരൻ? കീഴ്ഘടകത്തിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലല്ലായിരുന്നു 10-42 അതെ, വർഷം. പക്ഷേ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പം വയസ്സ് 75 വയസ്സ് കഴിഞ്ഞ് ഇരിക്കാനൊക്കത്തില്ല. ഇനി ആരെങ്കിലും 75 വയസ്സായിട്ടും അത് മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ആരും അത് ചെയ്യില്ല. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയില്ലല്ലോ. പക്ഷേ ഒറ്റ പരാതിയേ ഉള്ളൂ, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർക്ക് എൻ്റെ അച്ഛനെ വിളിക്കേണ്ട കാര്യം എന്താ? ഫേസ്ബുക്ക് പോസ്റ്റ് വഴി എന്നെ സുധാ കുരൻ എന്ന് എഴുതേണ്ട കാര്യം എന്താ? ഒരു എൽ സി മെമ്പർ അങ്ങനെ ധൈര്യപ്പെട്ടു? അതിന് ഞാൻ പരാതി കൊടുത്തില്ല ജില്ലാ സെക്രട്ടറി, എന്തെങ്കിലും സ്വീകരിച്ചോ? ഓടിക്കൂടി താക്കീത് ഞാൻ അറിഞ്ഞത്. ഇപ്പം പറയുന്നത് എൽ സി എന്ന് മാറ്റി, അത് പാർട്ടിയിലേക്ക് യോഗ്യനാണ് അയാൾ. ഇവിടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷം എത്ര? 2001 മരിച്ചതാ, 24 വർഷമായി. എന്നിട്ട് രക്സാക്ഷി ഭുവനേശ്വരനെ പറ്റി ഇവരങ്ങ് ആവേശം കൊള്ളുക. എന്തും ആവേശമാണ്. രക്സാക്ഷി ഭുവനേശ്വരൻ പ്രസ്ഥാനത്തിന് വേണ്ടി രക്സാക്ഷിയായി. അവൻ പാർട്ടി മെമ്പറായിരുന്നു. ഇവർക്ക് നാണമുണ്ടോ അവൻ്റെ പേര് ഉപയോഗിക്കാൻ? ഇപ്പോൾ താങ്കളെ വീണ്ടും സജീവമായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ പറയാം. കാരണം അല്ല, ഞാൻ പറയാം, ഇപ്പോൾ ഈ ജില്ലയിലെ മേൽനോട്ട സമിതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം അത് പറയാനായിരുന്നു ശ്രീ ജി സുധാകരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വരി ഞാൻ പറയട്ടെ, താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എനിക്കറിയാം. അമ്പലപ്പുഴയിൽ നിന്ന്. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു, പാർട്ടി ഡിസിഷൻ എടുത്താൽ മത്സരിക്കുമെന്ന് പറഞ്ഞു, ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ മത്സരിച്ചതെങ്കിൽ 50,000 വോട്ടാണ് ലീഡ്. ഒരു വോട്ട് കുറയത്തല്ല, 50,000 മുകളിലാണ് കഴിഞ്ഞ തവണ. ലിജു ഒന്നും കൂടെ മത്സരിക്കത്തില്ല, അയാളെ വല്ലവരോടും പറഞ്ഞു, സ്വാഗത സാറാണെങ്കിൽ ഞാൻ വരത്തില്ല, ആരാരൊക്കെ നടത്തും. അപ്പം മത്സരിക്കേണ്ട, കാരണം 2 ടൈം വന്നു, ഞാനും ഐസക്കൊക്കെ അങ്ങ് മാറിയില്ലേ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുക, തീരുമാനിക്കാൻ വേണ്ടി ഞാനൊരു ശുപാർശയ്ക്കും പോകത്തില്ല. ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല, ഇന്നേ വരെ എന്നെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ തുടങ്ങി വെച്ച പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പോലും താങ്കൾ ക്ഷണിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയല്ലോ. ക്ഷണിച്ചിട്ടില്ല. അല്ലാതെ ഇപ്പൊ ഈ തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ കാര്യത്തില് ഉദ്ഘാടനത്തിന് സമയത്ത് ഉദ്ഘാടന ചിത്രത്തിൽ താങ്കളുടെ ഫോട്ടോ വെച്ചിരുന്നു. പിന്നെ എച്ച് സലാം എനിക്ക് നേരിട്ട് വന്ന് ക്ഷണിച്ചു. എവിടെ? ഇല്ലേ, വീട്ടിൽ വന്ന്? ഇല്ല. ഫോണിൽ ക്ഷണിച്ചോ? ഇല്ല ഇല്ല ഇല്ല. നാലുകിറ പാലത്തിൻ്റെ ഒന്നും ഒന്നിനും ക്ഷണിച്ചിട്ടില്ല. ഇപ്പം അതേണ്ട ഏറ്റവും ഒടുവിൽ 100 കോടി രൂപ മുടക്കി പണിഞ്ഞ പിന്നെ ചേർത്തല പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനാവാനായിരിക്കുക. അവിടുത്തെ എന്താ പറയുന്നത്, ആരിഫും അത് MLA ആയിരുന്നു, കരി പൈസ കൊടുക്കും. പിന്നെ ദിലീപയും കൂടെ 10 സെമണ്ടൊക്കെ നടത്തിയല്ലോ, ഞാനത് വായിച്ചു. മണ്ണ് പരിശോധന കായലുണ്ട്, അവിടെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് പാലത്തിൻ്റെ നിർമ്മാണമല്ല ശിലാസ്ഥാപനം പിണറായി നടത്തിയ അധ്യക്ഷനായിരുന്നു. 2 യോഗത്തിനും സഹവാരിഫുണ്ട്, MLA ആണ്. അതിനെപ്പറ്റി അവരൊരു അക്ഷരം പറഞ്ഞില്ല 10 സമ്മേളനത്തിൽ. ഇപ്പോഴത്തെ MLAയും ആരിഫ് ഇരിപ്പുണ്ടല്ലോ കൂടെ. ആരിഫ് പറഞ്ഞു കൊടുക്കണ്ടേ? ആരിഫ് എന്താ മറന്നു പോകാൻ കാര്യം? ആരിഫാണ് അന്ന് അതിനു വേണ്ടി കത്ത് തന്നെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ മര്യാദ, അതാണ് കമ്മ്യൂണിസം. ചരിത്രത്തെ അംഗീകരിക്കുന്നതാണ്. ചരിത്രത്തെ അംഗീകരിക്കുന്നതിൽ ഗുണം പിടിക്കുമോ? ഞാൻ വന്നതിന് ശേഷം ഇതെല്ലാം ഈ ഭൂലോകം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ എന്താ വിട്ടുതരാ? അപ്പോൾ അവരാ പത്രസമ്മേളനം നടത്തി. അവർ ഈ പാലം പണി ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളെ പറ്റി ഒരു അക്ഷരം അവർക്ക് അറിയത്തില്ല, അവർ അന്വേഷിക്കുന്നുമില്ല. അവരെ ഞാൻ വിളിച്ചത്, എന്താ മാഡം ഇതിങ്ങനെ, നിങ്ങൾ ഈ പാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതെന്ത് പ്രയാസപ്പെട്ടത്, ഞങ്ങളവിടെ വന്നിട്ട് പിണറായി ഞാനും കൂടി വന്നിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയല്ലേ, നിങ്ങളതെന്താ പറയാത്തത്? കഴിഞ്ഞ ഗവൺമെൻറ്റല്ലേ ഈ പണം തന്നത്? അപ്പം എന്ത് പറഞ്ഞു? അയ്യോ, ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് സംബന്ധിച്ച് പ്രസംഗിക്കുന്ന കാര്യമല്ല, ഞാൻ എല്ലായ്പ്പോഴും പറയും. ഞാൻ പറഞ്ഞു, അതല്ല, ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങളത് പറയണ്ടേ. സഹവാരിഫ് വന്നു, അപ്പോൾ MLA അല്ലേ. ഈ ചരിത്രമൊന്നും ആരും ഇവിടെ ഈ ചരിത്രം പറയേണ്ടത് അവരാണ്. ആരിഫും ആ സ്ത്രീയാണ് പറയേണ്ടത്, ആ വേണമാണ് പറയേണ്ടത്. ഇതൊക്കെയാണ് അവഗണന എന്ന് പറയുന്നത്. ഇവരുടെ വിചാരം എന്താ? ജി സുധാകരൻ പ്രായപരിധി വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി മറുപടി അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ പാർട്ടിയിൽ ഓരോരുത്തരുടെ കഥ കഴിയട്ടെ, ഇവിടെ കുറച്ച് പേര് മതി എന്നുള്ള തെറ്റായ സങ്കല്പം വന്നിരിക്കുന്നു. അത് ഞാൻ പറയുകയാണ്. ഈ പ്രായപരിധിയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം, അതുപോലെ തന്നെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതിയിൽ ഉൾപ്പെടുത്തിയതൊക്കെ വേറൊരു അർത്ഥത്തിൽ പാർട്ടിയുടെ തെറ്റുതിരുത്തലാണോ? അല്ല, പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാവികാല ഫലങ്ങൾ, ചില തീരുമാനങ്ങൾക്ക് തീരുമാനങ്ങൾ ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു പാർട്ടിയിലുണ്ട്.
കാരണം ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെൻറ്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സഖാവ് പറഞ്ഞത് അത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സർവേ നടന്നു, സഖാവ് ശ്രദ്ധിച്ചു കാണും, NDTVയുടെ ഒരു സർവേ. അതിൽ പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ UDFന് അനുകൂലമാണ് എന്നാണ്. മാത്രമല്ല പകുതിയിലധികം ഏതാണ്ട് 52% ആളുകൾ ഈ സർക്കാരിന്റെ പ്രവർത്തനം ഒന്നെങ്കിൽ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇങ്ങനെ കരുതുന്നത്? അല്ല, ആ സർവേ 100% ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് സർവേ നടത്തിയവരാരാണ്, അവരങ്ങനെയുള്ളവരാണ്, ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. അല്ല സഖാവ്, ഈ സർക്കാരിന് വിലയിരുത്തിയതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ വിലയിരുത്തുന്നതിൽ 52% ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ ജനങ്ങൾ നെഗറ്റീവായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടുണ്ടെന്നൊന്നും പറയാനൊക്കത്തില്ല. എത്രയോ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു, പല സ്ഥലത്തും ജയിച്ചില്ലേ, ഒരുപാട് സ്ഥലത്ത് ജയിച്ചില്ലേ, കുറച്ച് തോറ്റിട്ടുണ്ട്. അതൊക്കെ ഇവിടെ റിവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അല്ല സഖാവ്, ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വികസനം തന്നെ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞത് അങ്ങനെ അടിസ്ഥാന വികസനത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളെ ആസ്പദമാക്കി മത്സരിക്കാൻ എനിക്ക് പറ്റിയില്ല. അല്ല, ഇപ്പോൾ ഈ സർക്കാരും LDFും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഈ വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശം, എനിക്കൊന്ന് കേരളത്തിലെ മതേതര മനസ്സുള്ള, ഇപ്പം ഞാൻ രാഷ്ട്രീയാതീതമായി മതേതര മനസ്സുള്ള ആരും അത്തരം പരാമർശങ്ങളോട് യോജിക്കില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കൊണ്ടുപോയത് അടക്കമുള്ള വിമർശനങ്ങളും ഒരുപാട് വിലയിരുത്തലുകളും ഒക്കെ വന്നു. അതിനുശേഷം NSS SNDP ഐക്യം എന്ന് പറയുന്ന ഒരു പുതിയ ആശയം വന്നു. അത് ഇതേപോലെ തന്നെ വിമർശിക്കപ്പെട്ടു. അതിൽ നിന്ന് NSS പിന്മാറി. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ വർഗീയ സ്വഭാവമുള്ള, ഇപ്പോൾ CPM നേരിടുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഇപ്പോൾ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അതുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി കൊണ്ടുവരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പറഞ്ഞതൊക്കെ സഖാവ് ശ്രദ്ധിച്ചു കാണും. ഇത് അഭിലഷണീയമാണോ? വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈഴവരുടെ കാൻഡിഡേറ്റ്സ് ഈഴവനായതുകൊണ്ടൊന്നും ജയിക്കണമെന്നില്ലാതെ പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക കാൻഡിഡേറ്റിനെ പറ്റി ഞാൻ പേര് പറയുന്നില്ല, ആ ഈഴവനായതുകൊണ്ടൊന്നും അടി ജയിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം SNDPയുടെ സെക്രട്ടറി ആകുമ്പോൾ ആ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. NSS ജനറൽ സെക്രട്ടറി NS നായർമാർക്ക് വേണ്ടി വാദിക്കത്തില്ലേ? അത് സമുദായത്തിന് വേണ്ടി വാദിക്കുക മാത്രമല്ല, മുസ്ലിങ്ങൾ അപകടകാരികളാണെന്ന് പറഞ്ഞു. പക്ഷേ മാത്രമല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം പിന്നീട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശത്തിനൊരു വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വലിയ പുകിലൊക്കെ ഇവിടെ ഉണ്ടായി. ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെയുള്ളൊരു പരാമർശമാണല്ലോ വെള്ളാപ്പള്ളി നടത്തിയത്. അല്ല, ആ പരാമർശത്തെ പറ്റി വ്യാപകമായിട്ടുള്ള വിമർശനവും കുറേയധികം രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ സമുദായ സംഘടനകൾക്കെല്ലാം ഒരു എന്താ പറയുക, അവരുടെ കാഴ്ചപ്പാടിൻ്റെ വിശാലത കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. എല്ലാ സമുദായ സംഘടനയും കുറച്ച് ചുരുങ്ങി സമുദായം കേന്ദ്രീകരിച്ചുള്ളതായി വന്നിട്ടുണ്ട്. അത് SNDPയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മുസ്ലിം വിരോധിയായിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹം മത്സരിക്കുന്നില്ല. അങ്ങനെയൊന്നുള്ള വ്യാമോഹമൊന്നും അദ്ദേഹത്തെ വ്യാമോഹമല്ല മോഹമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം, അതിനും ഒരു വർഗീയ സ്വഭാവമുണ്ട് എന്ന് വിലയിരുത്തൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു കൂട്ട് ഇപ്പോൾ UDFന് മാത്രമുള്ളതല്ല. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ CPMനൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം? അത് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി ഓരോ കാലത്തും ഓരോരുത്തർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിക്കാതിരുന്നിട്ടുണ്ട് എല്ലാ പാർട്ടികളും. അതെ, അത്രയും പറയേണ്ട കാര്യമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചൊരു ചർച്ച വരുന്നത് തന്നെ അവരുടെ കഴിവിന് അതീതമായ ഒരു കാര്യം അവർക്ക് അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി വിമർശനം അപ്പോൾ അനാവശ്യമാണെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നോക്കണം എന്താണ്, അവരുടെ പരിപാടി നോക്കണം. അവർ പലയിടത്തും പലതരത്തിലാണ്. ചില സംസ്ഥാനങ്ങളിൽ തികച്ചും വർഗീയമായി അക്രമാസക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ബംഗ്ലാദേശൊക്കെ തികഞ്ഞ വർഗീയതയാണ്. മറ്റുള്ളവരെ കൊല്ലുകയല്ലേ. എത്ര ഹിന്ദുക്കളെ തല്ലിക്കൊണ്ടാണ് മോദി അനങ്ങിയോ? ഇല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയല്ലേ. ഹിന്ദുക്കളെ തല്ലിക്കൊന്നാണ് ലഞ്ച് എന്ന് പറഞ്ഞാൽ തല്ലി ചതച്ചു കൊല്ലുന്നതാണ്. ഈ മോദി അനങ്ങിയോ? സഖാവ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട
തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും? ഇപ്പോൾ നിരന്തരം UDF-നെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ജമാഅത്തുമായിട്ടുള്ള കൂട്ടുകെട്ട് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രി അദ്ദേഹം എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്തുകൊണ്ടാണ് CPM ഈ ഒരു നിലപാടെടുക്കുന്നത്? മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട കാര്യം സ്വാധീനിക്കുന്നില്ല. മനസ്സിലായി. അല്ല, അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പിലെ ഒരു തന്ത്രമായി ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമൊന്നും അല്ലത്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം. പക്ഷേ അതിൽ പ്രധാന ഡേഞ്ചർ ഭൂരിപക്ഷ വർഗീയതയാണ്. അതാണ് ഞങ്ങളുടെ തീസിസ്. ഈ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തുടർച്ചയായ ഭരണം ജനാധിപത്യ സംവിധാനത്തിന് ദോഷം ചെയ്യും. അത് മാറി മാറിയുള്ള ഭരണമാണ് എല്ലാ കാലത്തും ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്താൻ നല്ലതെന്നാണ്. ഇപ്പോൾ മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് K. സച്ചിദാനന്ദൻ ഇങ്ങനൊരു പ്രസ്താവന. സച്ചിദാനന്ദനൊരു കവിയും ചിന്തകനുമായിട്ടൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. കവിതയൊക്കെ എഴുതാറുണ്ട്. അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി പരിചയമുണ്ട്. ഡൽഹിയിലായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഡിക്റ്റിം പോലൊന്നും അവതരിപ്പിക്കാൻ പാടില്ല. തുടർച്ചയായി ഭരണം ഉണ്ടാകുന്ന അപകടകരമാണ്. അങ്ങനെ സിദ്ധാന്തം അവതരിപ്പിക്കാൻ പറ്റുമോ? സച്ചിദാനന്ദൻ്റെ ആ സിദ്ധാന്തം തെറ്റാണ്. തുടർച്ചയായി ഭരണം ഉണ്ടായാൽ എങ്ങനെയാണ് ചെയ്യാൻ? തുടർച്ചയായി ഭരണം ഉണ്ടാകുമ്പോൾ അഹങ്കരിച്ചാലാണ്, അതിനെ മിസ്യൂസ് ചെയ്താലാണ്. ആ അധികാരമുള്ള പാർട്ടിക്കകത്ത് കടന്നു കയറി ആൻറ്റി സോഷ്യൽസ് കാര്യം സാധിക്കുമ്പോഴാണ് ജനപിന്തുണ പോകുന്നത്. നേരെ ഭരിച്ച വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. സച്ചിദാനന്ദൻ പറഞ്ഞു അങ്ങനെ സോഷ്യലിസം തെറ്റാണെന്ന് അയാൾ പറയുന്നത്. സോഷ്യലിസം ഒറ്റ പാർട്ടിയുടെ ഭരണമാണ്. അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയിൻ കാഴ്ചപ്പാടാണ്. പ്ലെയിൻ കാഴ്ചപ്പാട്, നിഷ്കളങ്കമായൊരു കാഴ്ചപ്പാടാണ് എന്നേ പറയാൻ പറ്റും. സഖാവ്, ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള എൻ്റെ ചോദ്യം, ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങാൻ സഖാവ് തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിൽക്കുന്നത്? തയ്യാറായി നിൽക്കുന്നില്ല. കാരണം സ്ഥാനാർത്ഥി ആവണമെങ്കിൽ പാർട്ടി മെമ്പറായി ഞാൻ ആവണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കുന്നതിന് തയ്യാറാണ്, ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ ഒരു മാസം മുമ്പായിരുന്നു ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്. പാർട്ടി തീരുമാനിച്ചാൽ മത്സരം നല്ല മെജോറിറ്റി ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മെജോറിറ്റി ആയിരുന്നു തന്നെ. പക്ഷേ പാർട്ടി പറഞ്ഞു വേണ്ട എന്താ. ഒന്നാമതായി ജയസാധ്യതയുള്ളവരെ മാത്രമേ നിർത്താവൂ സ്ഥാനാർത്ഥി. നമ്പർ 1 ആരായാലും ഇഷ്ടക്കാരെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല, ജയിക്കത്തില്ല. ഇവിടെ 9-ൽ 8-ഓ 7-ഓ എങ്കിലും കിട്ടിയില്ലെങ്കിൽ അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാനും പ്രയാസം വരില്ല. ആലപ്പുഴ സുപ്രധാനമാണ്. ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. ഇപ്പം ടേമൊക്കെ എന്ന് പറഞ്ഞാൽ 2 ടേം പറഞ്ഞു, മൂന്നാമത്തെ ടേമല്ലേ ഐസക്കോടെ പോയി മത്സരിച്ച 3ആയില്ലേ തുടർച്ചയായിട്ട്. അപ്പോൾ ടേം എന്ത് ചെയ്യും? വെരി സെറ്റ്. ആരിപ്പോൾ 4ാമത്തെ തവണയല്ലേ മത്സരിച്ചു ഈ പാർലമെൻറ്റ്? 2 പാർലമെൻറ്റ്, 3 അസംബ്ലി, 5 തവണ. ആ തവണ ഇവിടെ പോയി. അതിലൊന്നും തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പം ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. തീരുമാനം എടുക്കണം. തീരുമാനം പാർട്ടി എടുത്തതായതുകൊണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അല്ല നമ്മൾ കുറച്ച് നിയമങ്ങളും തത്വങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതൊന്നും കാലത്തെ അതിജീവിക്കില്ല. അതെല്ലാം വിശാല മനസ്സ് വേണം. അപ്പോൾ ഏതായാലും സഖാവിന് ഉറച്ച ആരോഗ്യത്തോടെ ഉറച്ച മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയട്ടെ. അത് പ്രചാരണ രംഗത്തും അതുപോലെ തന്നെ മത്സര രംഗത്തും ഒരുപോലെ ശോഭിക്കുന്ന സാന്നിധ്യമായി സഖാവ് G. സുധാകരൻ മാറട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.